നമസ്കാരം, 114 ന്യൂസിലേക്ക് സ്വാഗതം. മഴക്കെടുതിയിൽ 26 മരണം, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. സംസ്ഥാനത്തെ മഴയ്ക്ക് നേരിയ ശമനം വന്നെങ്കിലും മഴ ജാഗ്രത തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 104.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുമുള്ള തീരങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ നാളെ രാത്രി 11:30 വരെ 1.1 മുതൽ 4.4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ കന്യാകുമാരി തീരത്തെ 1.2 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ മരിച്ചവരുടെ എണ്ണം 26 ആയി. നടൻ പ്രദീപ് റാവത്ത് അന്തരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രക്താർബുദ ബാധിതനായ അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, പഞ്ചാബി, ഭോജ്പുരി, നേപ്പാളി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ അഭിനയിച്ച പ്രദീപ് റാവത്ത് ഇംഗ്ലീഷ് ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം ഗജിനി, ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ലഗാൻ, സർഫറോഷ്, തെലുങ്ക് ചിത്രം സൈ തുടങ്ങിയവയാണ് പ്രദീപ് റാവത്ത് അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ. മോഹൻലാൽ നായകനായി 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ, ഇത് പാതിരാമണൽ, കസിൻസ്, ഒരു കടത്തനാടൻ കഥ എന്നിവയാണ് അദ്ദേഹം വേഷമിട്ട മലയാള ചിത്രങ്ങൾ. 1988 സംപ്രേഷണം ചെയ്ത മഹാഭാരതം TV സീരിയലിൽ അശ്വത്ഥാമാവായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് ചിത്രമായ ഗയാപദ്ദ സിംഹ ആണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. കല്യാണി റാവത്ത് ആണ് ഭാര്യ. വിക്രം റാവത്ത്, സിംഗ് റാവത്ത് എന്നിവർ മക്കളാണ്. ചെങ്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ചെങ്കടലിൽ യമൻ തീരത്തിന് സമീപം ഇന്ത്യൻ ചരക്ക് കപ്പലായ MSV ഫൈസ് നൂറ ഒലിയയ്ക്ക് നേരെ പ്രൊജക്ടൈൽ ആക്രമണം ഉണ്ടായി. ആക്രമണത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കപ്പൽ തലകീഴായി മറിഞ്ഞ് സമുദ്രത്തിൽ മുങ്ങി. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൗരന്മാരും ഒരു യമൻ പൗരനുൾപ്പെടെ 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ യമനിലെ മൊഖ തുറമുഖത്തെ എത്തിച്ചെങ്കിലും എല്ലാവരും സുരക്ഷിതരാണെന്നും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. കപ്പലിന് നേരെ നടന്ന പ്രകോപനമില്ലാത്ത ആക്രമണത്തെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാളും വിദേശകാര്യ മന്ത്രാലയവും ശക്തമായി അപലപിച്ചു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്ന് വ്യക്തമാക്കിയ മന്ത്രി മേഖലയിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് കർശന നിർദ്ദേശം നൽകി. MLA അബിൻ വർക്കി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ആറന്മുള MLA അബിൻ വർക്കിക്ക് കാർ അപകടത്തിൽ പരിക്കേറ്റു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റു. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങവേ MLA സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ വന്നിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമ്മത്തൊട്ടിലിലെ 1000ാമത്തെ കൺമണി സഹസ്ര. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ചൊവ്വാഴ്ച പുലർച്ചെ 3:35 1000ാമത്തെ അതിഥി എത്തി. പുതുതായി എത്തിയ പെൺകുഞ്ഞിന് ശിശുക്ഷേമ സമിതി അധികൃതർ സഹസ്ര എന്ന പേരിട്ടു. സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചതിന്റെ 24ാം വർഷത്തിലാണ് സഹസ്ര എത്തുന്നത്. 5 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന് 2.57 കിലോഗ്രാം ഭാരമുണ്ട്. കുഞ്ഞ് ആരോഗ്യവതിയാണെന്ന് അധികൃതർ അറിയിച്ചു. 2002 ഡിസംബർ 24-നാണ് അമ്മത്തൊട്ടിലേക്ക് ആദ്യത്തെ കുഞ്ഞെത്തിയത്.
പിന്നീട് 681 പെൺകുട്ടികളും 319 ആൺകുട്ടികളും അമ്മത്തൊട്ടിലിലൂടെ ശിശുക്ഷേമ സമിതിയിൽ എത്തി. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയത് തിരുവനന്തപുരത്താണ്, 667 കുഞ്ഞുങ്ങൾ. കനത്ത മഴയിൽ പൊതുമരാമത്ത് വകുപ്പിന് നഷ്ടം 50 കോടി. കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനുണ്ടായത് 50 കോടി രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക വിലയിരുത്തലെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. മഴക്കെടുതി വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഓൺലൈൻ യോഗത്തിലാണ് നഷ്ടം സംബന്ധിച്ച കാര്യം വ്യക്തമാക്കിയത്. തകർന്ന റോഡുകളും പാലങ്ങളും അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ പരിശോധന നടത്തി അന്തിമ കണക്ക് തയ്യാറാക്കും. റോഡുകൾ ഉടൻ തുറന്നുകൊടുക്കാൻ ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മഴ മുന്നറിയിപ്പിലെ വീഴ്ച സർക്കാരിൻ്റെതല്ല, കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെങ്കിൽ സ്വീകരിക്കും. മഴ മുന്നറിയിപ്പ് നൽകിയതിലുണ്ടായ വീഴ്ചയ്ക്ക് കാരണം സർക്കാരല്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. അവിടെ നിന്നും ലഭിക്കുന്നവ അതത് സമയങ്ങളിൽ സർക്കാർ കൈമാറിയിട്ടുണ്ട്. മഴക്കെടുതിയിലെ കണക്കുകളിലെ വ്യത്യാസം അംഗീകരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർമാർ നൽകുന്ന വിവരങ്ങളിലും കണക്കുകളിലും വ്യത്യാസം ഉണ്ടാകാറുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രളയം നേരിടാനെടുത്ത നടപടികൾ മാതൃകാപരമാണെങ്കിൽ അത് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂബിലി മിഷൻ ആശുപത്രി നഴ്സിംഗ് സമരം ഒത്തുതീർപ്പാക്കി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. എറണാകുളം റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ D സുരേഷ് കുമാർ, തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ C വിനോദ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. സമരത്തിൽ ഏർപ്പെട്ട ജീവനക്കാർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും സ്വീകരിക്കുകയില്ല എന്ന് സമ്മതിച്ച് മാനേജ്മെന്റ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നഴ്സിംഗ് ജീവനക്കാരെയും ഈ മാസം 30-നകം ഘട്ടമായി അവർ മുൻപ് ജോലി ചെയ്തിരുന്ന സമാന വിഭാഗങ്ങളിലേക്ക് തിരിച്ചെടുക്കും. ശമ്പള വർധനവ് അടക്കമുള്ള മറ്റ് തർക്ക വിഷയങ്ങളിൽ മാനേജ്മെന്റും യൂണിയനും തമ്മിൽ തൊഴിൽ വകുപ്പിന്റെ മധ്യസ്ഥതയിൽ തുടർ ചർച്ചകൾ നടത്തി രമ്യമായി പരിഹരിക്കുമെന്ന് ഇരു കക്ഷികളും സമ്മതിച്ചു. ജസ്നയുടെ തിരോധാന അന്വേഷണം അനന്തമായി നീട്ടാനാകില്ലെന്ന് ഹൈക്കോടതി. പത്തനംതിട്ട മുക്കാട്ടുതുറ സ്വദേശി ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. CBI നിരന്തരം ചോദ്യം ചെയ്ത് ദ്രോഹിക്കുന്നുവെന്ന് ആരോപിച്ച് ഇടുക്കി ഉപ്പുകണ്ടം സ്വദേശി TU അരുൺ സമർപ്പിച്ച ഹർജി തീർപ്പാക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടത്. അന്വേഷണവുമായി ഹർജിക്കാരൻ സഹകരിക്കണമെന്നും CBI അന്വേഷണം നിയമപരമായി തുടരണമെന്നും കോടതി വ്യക്തമാക്കി. ഷെയ്ഖ് ഹസീന ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. ഇന്ത്യയിൽ അഭയം തേടിയ ശേഷം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. കലാപാനന്തരം ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹസീന ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഡൽഹി ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലെ മാർക്ക് ടുള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീനാസ് ഹോം കമ്മിങ് എന്ന പരിപാടിയിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. ഹസീനയുടെ ഇന്നത്തെ പരിപാടി വാർത്താ സമ്മേളനമായി മാറുമെന്നാണ് അവാമി ലീഗ് പ്രതികരിച്ചത്. രാഷ്ട്രീയ പദ്ധതി ഹസീന പ്രഖ്യാപിക്കുമെന്നും അവാമി ലീഗ് വ്യക്തമാക്കി.